ഉളിക്കൽ മട്ടിണിയിൽ നായകളെ കുളത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. നായയുടെയും 3 നായക്കുഞ്ഞുങ്ങളുടെയും ജഡങ്ങളാണ് കുളത്തിൽ കണ്ടെത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിലാണ് സംഭവം. നായയുടെ ശരീരത്തിൽ കല്ല് കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മട്ടിണി ഉന്നതിയിലെ വലിയ കുളമാണ് ഇവരുടെ ഒരു ജലസ്രോതസ്. എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുകയാണ്. വറ്റാത്ത വെള്ളം നിറഞ്ഞ ഈ ജലസ്രോതസ്സിൽ ഇന്നലെ ഒരു പട്ടിയെ തല്ലിക്കൊന്ന് ഇവരെ വെള്ളം മുട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിവരം അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. ഈ മാർച്ച് മാസം വെള്ളത്തിൻ്റെ കുറവ് എല്ലാ സ്ഥലത്തും അനുഭവപ്പെടുകയാണ്. പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന് വേണ്ടി കൊട്ടേഷൻ ക്ഷണിച്ച് ഇന്നലെ ടെൻഡർ പൊട്ടിക്കുന്നൊരു സ്ഥിതിയാണ്. എല്ലാ സ്ഥലത്തും വെള്ളത്തിൻ്റെ പ്രയാസമുള്ള സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സാമൂഹിക ദ്രോഹികൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു 3 കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നത്. ബാക്കിയുള്ളവർ ആരുടെ ഫാമിലുണ്ട്. അവർ വന്നും പോയും ഇരിക്കുകയാണ്. അവരുടെ ഒരു ജലസ്രോതസ്സാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവരുടെ ഈ ജലസ്രോതസ്സ് മുട്ടിച്ചതിൽ അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളുടെ ഇടപെടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. കൂടെ വാർഡ് മെമ്പർ ആൻഡ്രോ കൂടിയുണ്ട്. ആൻഡ്രോ വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഇവരെ സംരക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാനും പഞ്ചായത്ത് സന്നദ്ധമാണ് എന്ന് അറിയിക്കുകയാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് നായകളുടെ ജഡങ്ങൾ പുറത്തെടുത്തു. ഇന്ന് രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഈ നെരുമുട ഉന്നതിയിലുള്ള രഘു എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഇന്നതുപോലെ അവരുടെ അലക്കുവാനും അതുപോലെ തന്നെ അവർ മറ്റ് പ്രാഥമിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വരുന്ന ഒരു കുളം, അതിനകത്ത് ഇങ്ങനെ ഒരു പട്ടി ചത്ത് കിടപ്പുണ്ട്, അത് കൊന്നിട്ടതാണെന്നൊരു സംശയം പറയുകയും ആ സമയത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഞാൻ വിളിച്ച് വിവരം അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉടനെ തന്നെ വിനോദ് സാർ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഈ പട്ടീനെ കൊന്നിട്ട് കല്ല് കെട്ടി താത്തിയതാണെന്നുള്ളതാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം 3 പട്ടിക്കുഞ്ഞുങ്ങളും ഇവിടെ ചത്ത് കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് 100% അവരെ കരുതിക്കൂട്ടി ചെയ്തതാണ്. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആര് ചെയ്താലും ഇത് വലിയ ക്രൂരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ മാർച്ച് മാസത്തിൽ ഇത്രയും വരൾച്ച നിൽക്കുന്ന ഈ സമയത്ത് ഈ നിരവധി ആളുകൾ ഉപയോഗിക്കേണ്ട ഈ വെള്ളത്തിനകത്ത് ഏത് സാമൂഹിക വിരുദ്ധനാണോ ഇങ്ങനത്തെ നികൃഷ്ടമായ പണി ചെയ്തിരിക്കുന്നത് മുഖം നോക്കാതെ പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റോട് പോയിട്ട് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. നാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ചെയ്ത ആളുകളെ പിടിക്കുവാനുള്ള ഏതറ്റം വരെയും മുമ്പോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.